ഇവിടെ നിൽക്കേ അതിൽ പൊക്കാണ്ട് കൈ കൊണ്ടല്ലാണ്ട് പൊക്ക കേട്ടോ. കൈ വരില്ല അതിനകത്ത്. ഇവിടെ നിൽക്ക്. ഇങ്ങനെ 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 നിൽക്ക്. ഇങ്ങനെ വരും. മാങ്ങ പറയും. ഇത് കൈയോടെ വെക്കണേന് 5000 രൂപ വേണം. ഇത് ഈ കൈ ഇങ്ങനെ വെക്കണേന് 5000. ഭാഗത്തിന് ഇത് ഇവിടെ 5000, ഇവിടെ 10000. ഇവിടെ എത്ര? 25,000. പേര് സുനിത കൊല്ലം. നമ്മുടെ എന്റെ നായികയായിട്ട് വന്നു സുനിത കൊല്ലം. എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കിട്ടുന്നി. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ അഭിലാഷ് കട്ടകട എന്ന് പറഞ്ഞ ഒരു ആർട്ടിസ്റ്റിനെ പറ്റിയുള്ളതാണ്. നല്ലൊരു കലാകാരനായിരുന്നു, എല്ലാമാണ്. പക്ഷെങ്കിൽ നമുക്ക് ദൈവം തമ്മിൽ അനുഗ്രഹിച്ചു തരുന്നതാണ് ഈ കലയെന്ന് പറയുന്നത്. പാടാനുള്ള കഴിവ്, അഭിനയിക്കാനുള്ള കഴിവ്, വരയ്ക്കാനുള്ളത്, എഴുതാനുള്ള, അങ്ങനെ ഒരുപാട് ഈ കഴിവുകൾ, അങ്ങനെയുള്ള കലാപരമായിട്ടുള്ള കഴിവുകൾ ദൈവം തമ്മിൽ നമുക്ക് അനുഗ്രഹിച്ച് തരുന്ന ഒരിതാണ്. പക്ഷെ അത് തന്നേച്ച് അതൊരു കോമാളിയെപ്പോലെ നടന്ന് കാണുമ്പോഴത്തേക്കുണ്ടല്ലോ നമുക്ക് അവരുടെ വെറുപ്പാണ് തോന്നാറുള്ളത്. ഈ അഭിലാഷ് എന്ന് പറയുന്ന ആൾ നല്ലൊരു ആർട്ടിസ്റ്റാണ്, നല്ലൊരു കോമഡി ആർട്ടിസ്റ്റാണ്, മിമിക്രി ആർട്ടിസ്റ്റാണ്, എല്ലാ കഴിവുകളും ഉള്ളൊരു വ്യക്തിയാണ്. ഇത്രയും കഴിവുകൾ ഇദ്ദേഹത്തിനുണ്ടായിട്ട് ഇദ്ദേഹം നമുക്ക് ചിലപ്പോൾ ഒന്ന് ക്ലിച്ച് പിടിച്ച് വരാൻ നമുക്ക് ബുദ്ധിമുട്ടാകും. തങ്കച്ചൻ എത്രയും കഴിവുള്ളൊരു മനുഷ്യനാണ്. ഇപ്പോൾ പെട്രോൾ പമ്പിലാണ് പുള്ളി ജോലി ചെയ്യാൻ നിൽക്കുന്നത്, ഇല്ലേ? പുള്ളിക്ക് എന്നെ വേണേലും കോലങ്ങൾ ഇതിനകത്ത് കാണിച്ചാലും തങ്കച്ചനെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവരെല്ലാം സപ്പോർട്ട് ചെയ്തേ. പക്ഷേ ഈ അഭിലാഷ് എന്ന് പറയുന്ന ഒരാൾ സിനിമയിൽ അത്യാവശ്യം അഭിനയിച്ചിട്ടുണ്ട്. പുള്ളി മിമിക്രിക്കാരുടെ കൂടെയൊക്കെ പോയിട്ടുണ്ട്. കലാഭമണിയുടെ ആ സിനിമയിൽ പുള്ളിക്ക് അതിനകത്ത് വേഷമുണ്ട്. അതിൻ്റെ മെയിൻ വേഷം പുള്ളിക്കായിരുന്നു പറഞ്ഞു വെച്ചത്. പുള്ളി പറയുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് അത് മാറിപ്പോയി, എന്നിട്ടും അതിനകത്തൊരു വേഷം പുള്ളിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ, ഇത്രയൊക്കെ നല്ല ഒരു കഴിവും ഇത്രയൊക്കെ ഒരു അറിയപ്പെടുന്ന ഒരാൾ ഇപ്പോൾ സോഷ്യൽ മീഡിയ കിടന്ന് കാണിക്കുന്ന കണ്ടാണ്ടല്ലോ ചെരുപ്പൂരി അടിക്കാൻ തോന്നും. അതുപോലത്തെ പരിപാടിയാണ് പുള്ളി കാണിച്ചു വെക്കുന്നത്. എന്നെ വൃത്തികേടുകളാണ്. അഭിനയിച്ചോട്ടെ, ഇവരിനി ഇങ്ങനത്തെ പരിപാടി ചെയ്തിട്ട് നമ്മുടെ ഏതോ ഒരു ചാനലുണ്ട് അങ്ങനെ ഈ പാട്ട് ഇട്ട് പല ആൾക്കാരുമായിട്ട്. എന്നെ രസമാണ് അത് കണ്ടിരിക്കേണ്ടത്. ബിജുമേനോൻ്റെ ഒരു ചെറിയ ഷേപ്പ് വരും പുള്ളിക്കാരനെ കണ്ടാൽ. എല്ലാവരും പറയാറുണ്ട് ബിജുമേനോൻ്റെ ഷേപ്പ് ഉണ്ടെന്ന്. എത്ര നല്ല ഓരോ റീല് ചെയ്യുന്നതാണ്, എത്ര ഭംഗിയിലാണ് ചെയ്യുന്നതെന്ന് അറിയാമോ? നമ്മളത് കണ്ടിരുന്ന് പോകും. പുള്ളിയുടെ നമുക്ക് ഒരു ആരാധന ഒന്നിപ്പോവും. പുള്ളിയുടെ വൈഫുമായിട്ട് പുള്ളി റീൽ ചെയ്യാറുണ്ട്, പിന്നെ അല്ലാതെ പെണ്ണുങ്ങളുമായിട്ടെല്ലാം റീൽ ചെയ്യാറുണ്ട്. പക്ഷെ അതിനൊക്കെ ഒരു മാന്യതയുണ്ട്. ആ വീഡിയോ ഒക്കെ എടുക്കുന്നതിനൊക്കെ ഒരു നല്ല റൊമാൻറ്റിക് ആയിട്ടുള്ള പാട്ടൊക്കെയാണ് പുള്ളി ഇടുന്നത്. പക്ഷേ നമുക്കൊരു വൃത്തികേടായിട്ട് തോന്നത്തില്ല. നമുക്ക് അവരോടൊരു ഇഷ്ടമേ തോന്നത്തുള്ളൂ. അതുപോലെ പുള്ളി അഭിനയിക്കുകയും ചെയ്യുന്നുണ്ട്. പുള്ളി സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. ഒരു പ്രേത സിനിമ ഉണ്ടായിരുന്നല്ലോ, മറ്റേ അശോകൻ്റെ മോൻ്റെ ഒരു സിനിമ ഉണ്ടായിരുന്നു, പേര് മറന്നേ. സിനിമയെ കണ്ട അതിനകത്ത് പുള്ളി ചെറിയ വേഷമൊക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ചെറിയ വേഷങ്ങൾ പുള്ളി വരുന്നതൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ഇങ്ങർക്ക് വേണമെങ്കിൽ വേറെ എന്നതെല്ലാം കാണിക്കാം. ഇപ്പോൾ ഇവരെ തന്നെ ഇങ്ങനെ തന്നെ ആയിക്കോട്ടെ, നല്ല പാട്ടുകളിട്ട് നല്ല രീതിക്ക് പുള്ളി പറയുന്നു. പുള്ളി കൂലിപ്പണിക്ക് പോയിക്കൊണ്ടിരുന്നതാണ്. അപ്പോൾ അങ്ങനെയെല്ലാം ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് പുള്ളീനെ അലൻ ജോസ് പെരേരയും പിന്നെ ആറാട്ടണ്ണനും കൂടാണ് വിളിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഇത്രയും വലിയ കലാകാരൻ എന്ന് പറഞ്ഞാൽ എന്നാ കലാകാരൻ എന്നാണ് ഈ ആറാട്ടണ്ണനെയും ഈ അലൻ ജോസ് പെരേരയും കൂടെ പറയുന്നത്. അലന് അങ്ങേര് ഏറ്റവും വലിയൊരു കോമാളിത്തരം കാണിക്കുന്നൊരു മനുഷ്യനാണ്. കോമാളിത്തരം കാണിച്ച മനുഷ്യരുടെ ഇടയിലേക്ക് വന്നൊരു വ്യക്തിയാണ്. അവരുടെ ഇടയിലേക്ക് പോയി ഇത്രയും നല്ലൊരു കലാകാരൻ പോയി, അത് അതിനേക്കാൾ വലിയൊരു കോമാളിത്തരം. അലനെയൊക്കെ ഇട്ട് ഈ പുള്ളിക്കാരൻ, ഞാൻ അന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു ഈ പുള്ളി ആരാ എന്നെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. ഞാൻ ഒരു പ്രാവശ്യം ഒരു വീഡിയോ ചെയ്തായിരുന്നു. ഈ അലനെ ഏറ്റവും കൂടുതൽ കോമാളിയാക്കുന്ന ഈ പുള്ളിക്കാരനെന്നറിയാം. കാര്യം ഇത്രയും വൃത്തികേട് ഇത് ചെയ്യാനായിട്ട് കുറേ പെണ്ണുങ്ങളും കൂടെ വരുന്നല്ലോ എന്നാണ് ഓർക്കുന്നത്. ഇവർക്കൊക്കെ ഇത്ര അഭിനയിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഇപ്പോഴും ഉണ്ട് നാടകത്തിൽ അഭിനയിക്കാൻ പോകരുത്. അഭിനയിക്കാൻ ഇത്ര കൊതിയുള്ളവരാണെങ്കിൽ, ഇല്ലെങ്കിൽ സ്വന്തമായിട്ട് അല്ലാതെ ഏതെങ്കിലുമൊക്കെ ഒരു രീതിയിലൂടെ അഭിനയിച്ചിറക്കരുതോ? ഇത്രയും ഒരു വൃത്തികെട്ട രീതിയിൽ സത്യം പറഞ്ഞാൽ ഇൻസ്റ്റാഗ്രാമിലോ ഫേസ്ബുക്കിലോ ഒന്നും നമുക്ക് കയറാൻ പറ്റത്തില്ല. അതിലോട്ടൊക്കെ കയറി കഴിഞ്ഞാൽ പിന്നെ ഇത് ഒരു പ്രാവശ്യം വന്ന് നമ്മളൊന്ന് ശ്രദ്ധിച്ച് പോയി കഴിഞ്ഞാൽ പിന്നെയും നമ്മൾ എടുക്കുന്ന ഇതേ വരുള്ളൂ. അതുപോലാണ് വരുന്നത്. ഇതിനകത്തിപ്പോൾ ഞാൻ അത്രയും ഇതായിട്ട് കാണിച്ചില്ല. ഇതിനേക്കാൾ വൃത്തികേടായിട്ട് ഒരു പെണ്ണ് കിടക്കുന്ന ഒരു സീനാണെങ്കിൽ പോലും അത് എടുക്കുന്ന കാണണം. അവർ കാലിൻ്റെ അവിടെ നിന്നാണ് വീഡിയോ പിടിച്ച് എടുക്കുന്നത്. ഇതൊന്നും ഇവൾമാരും അറിയുന്നില്ലേ? അതിനു വേണ്ടി കുറേ എണ്ണങ്ങൾ. എന്നാലും നമുക്ക് ഇദ്ദേഹം പറയുന്ന കുറച്ച് കാര്യങ്ങൾ ആദ്യം കേൾക്കാമേ, എന്നിട്ട് നമുക്ക് ബാക്കി ഇദ്ദേഹം കാണിച്ചു കൂട്ടുന്ന കോമാളിത്തരങ്ങൾ കാണാം. ആദ്യമായിട്ട് വന്ന ഫ്ലവേഴ്സിലൂടെയാണ് കോമഡി ഉത്സവം. അതിനുശേഷം പിന്നെ ഒരു കോടിയിൽ ഫ്ലവേഴ്സിൽ വന്നിട്ടുണ്ട്, പിന്നെ കോമഡി സ്റ്റാർസിൽ വന്നിട്ടുണ്ട്, കോമഡി മാസ്റ്ററിൽ വന്നിട്ടുണ്ട്, കോമഡി മസാലയിൽ വന്നിട്ടുണ്ട്, പിന്നെ സെൽമി ദി ആൻസറിൽ വന്നിട്ടുണ്ട്, പിന്നെ എന്താ പറയുക ബമ്പർ സീരിയൽ വന്നിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് പരിപാടിയിൽ വന്നിട്ടുണ്ട്. അതുപോലെ സ്റ്റേജ് ഒരുപാട് പരിപാടികൾ ഞാൻ ചെയ്തിട്ടുണ്ട്. ഒരുപാട് സ്റ്റേജ് പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്. വൺ മാൻ ഷോ ചെയ്തിട്ടുണ്ട്, പാട്ട് പാടുന്ന പ്രോഗ്രാമായിട്ട് ചെയ്തിട്ടുണ്ട്, പിന്നെ അതുപോലെ തന്നെ മിമിക്രിയുടെ പല രീതിയിലുള്ള പ്രോഗ്രാംസ്, അതുപോലെ കോമഡിയിൽ നിൽക്കുന്ന പല രാജാക്കന്മാരോടൊപ്പം പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ മനോജ് ഗിന്നസിന്റെ കാസറ്റിലൂടെ വന്നാണ്, ഓഡിയോ കാസറ്റിലൂടെ പാഷാണ ഷാജി, മനോജ് ഗിന്നസ്, രാജേഷ് പറവൂര്, രമേശ് പിഷാരടി ഇവരോടൊപ്പം ഓഡിയോ കാസറ്റ് ചെയ്ത ആളാണ്. ഓഡിയോ ചെയ്തിട്ട് മനോജന്റെ വീഡിയോ അത് ഓണവും മാവേലി പിന്നെ നമ്മൾ സെഞ്ചുറി വിഷന്റെ ഓണവും മാവേലി ഞാൻ നടന്മാരുണ്ടായിരുന്നു. കൊച്ചുണ്ടായിരുന്നു, ഒരു കൊച്ചിന്റെ സൗണ്ട് ഉണ്ടായിരുന്നു, കാക്കാന്നിരിക്കും ഒരു സൗണ്ട് ഞാൻ അതിപ്പോ കിട്ടുമെന്ന് എനിക്കറിയാം.
നല്ലൊരു സൗണ്ട് ഇല്ലേ? ഈ സാധനം ഇതൊക്കെ എന്റെ പൊന്നു ട്രെൻഡായിട്ടുള്ള സൗണ്ട്. അത് ഞാനാണ് ചെയ്തത്, പക്ഷെ ആർക്കും അറിയില്ല. ഇത്രയും നല്ലൊരു കലാകാരനാണ് ഇപ്പം കിടന്ന് കാണിക്കുന്ന ഈ തോന്നിവാസങ്ങൾ. ഇത്രയും നല്ല കഴിവുള്ള മനുഷ്യൻ, ഇയാളുടെ ഒരു മോശം പേര് ഇയാളാക്കിക്കൊണ്ടിരിക്കുകയാണ്. ശരിക്കും അദ്ദേഹത്തിന് ഫാമിലി ഉള്ളതാണ്, 3 കുട്ടികളുള്ളതാണ്, ആ വൈഫും ഒക്കെ ഉള്ളതാണ്. അവരെയൊക്കെ സത്യം പറഞ്ഞാൽ സമ്മതിക്കണം കേട്ടോ. ഈ മാതിരി കുഞ്ഞുങ്ങളൊക്കെ പുറത്തോട്ടിറങ്ങുമ്പോഴത്തേക്ക് ആൾക്കാർ ഇന്നതൊക്കെ ആയിരിക്കും ഇയാളെ ഇതിനകത്ത് വന്ന് ചീത്ത വിളിക്കുന്ന കേട്ടാൽ നമ്മൾ കേട്ടിട്ട് പോലും ഇല്ലാത്ത ചീത്തകൾ അതിനകത്തൊരു ആൾക്കാർ വിളിക്കുന്നത്. അത്രയ്ക്ക് തോന്നിവാസങ്ങളാണ് ഇയാൾ കാണിച്ചു കൂട്ടുന്നത്. എല്ലാത്തിനും ഒരു മര്യാദ വേണ്ടേ? നമ്മൾ അഭിനയമാണ്, ശരിയാണ്, പക്ഷേ ഇത് അഭിനയമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ. നമ്മളിപ്പോൾ ഒരു റീല് ചെയ്യുന്നു, അതിൽ അഭിനയിക്കുവാണെങ്കിൽ ആ പാട്ടിട്ട് ചെയ്യണം, നമുക്കത് അഭിനയമാണെന്ന് പറയാം. പക്ഷേ ഇത് അഭിനയമായിട്ടല്ല. എല്ലാ പെണ്ണുങ്ങളെയും കൊണ്ടുവന്ന് പുള്ളി കാണിക്കുന്നത്. പുള്ളി ഇത് ശരിക്കും എൻജോയ് ചെയ്യുന്നുണ്ട്. അതാണ് ഇതിനകത്തെ ഒരു പ്രധാന കാര്യം. പിന്നെ പുള്ളിക്ക് ഇത് ഇഷ്ടപ്പെട്ടു തുടങ്ങി, ഈ ഒരു ടേസ്റ്റ് ഇഷ്ടപ്പെട്ടു തുടങ്ങി. നമ്മുടെ രേണുവിന് സോഷ്യൽ മീഡിയയിൽ ആ ഒരു ടേസ്റ്റ് ഇഷ്ടപ്പെട്ടെന്ന് പറയുന്നത് തന്നെ പുള്ളിക്ക് ഇഷ്ടം. ഇവർ രേണുവിനെ സപ്പോർട്ട് ചെയ്തായിരുന്നു. രേണുവിനെ ചീത്ത വിളിക്കാനൊക്കത്തില്ല. സത്യം പറഞ്ഞത് കണ്ടപ്പോൾ എനിക്ക് ചിരിയാണ് വന്നത്. കാര്യം എന്നാന്ന് ചോദിച്ചാൽ രേണുവിനെ വിളിക്കുന്നതിനൊക്കെ 10 തെറിയാണ് ഈ പുള്ളിക്കാരനെ വിളിക്കുന്നത്, അപ്പനും അമ്മയ്ക്കൊക്കെ വിളിക്കുന്നത്. അപ്പം അത് ആദ്യം ഒതുക്കി തീർക്കാനല്ല നോക്കുന്നത്, രേണുവിനെ ചീത്ത വിളിക്കുന്നത് നിയന്ത്രിക്കാൻ നടക്കുവാണ്. ഇയാൾക്ക് വിവരമില്ലാത്തതാണോ അതോ ഈ പുള്ളി വിവരമില്ലാത്ത പോലെ അഭിനയിക്കുവാണോ എന്ന് എനിക്കറിയത്തില്ല കേട്ടോ. എന്നാലും നമുക്ക് ആദ്യം തന്നെ റീല് കാണാം. തഴുകുമ്പം തളിർമയിൽ ഒടിയല്ലേ മലരമ്പൻ തഴുകുന്ന കിളിമകളേ കുടിയല്ലേ ഒരുവര വന്ന പൂവിടരുകയാ. ഇവരിങ്ങനെ റീല് ചെയ്ത് പ്രാക്ടീസ് ചെയ്തോട്ടെ. ചെയ്തതിന് ശേഷം ആ ഒറിജിനൽ പാട്ടിട്ട് അത് നല്ല രീതിക്കൊന്ന് ചെയ്യുവാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ഇവർ ശരിക്കും റീല് ചെയ്യാൻ വേണ്ടിയത്. ഈ വരുന്ന പെണ്ണുങ്ങളുടെയൊക്കെ വീട്ടുകാർ കാണത്തില്ലെന്ന് ഞാൻ ഓർക്കുന്നത്. ഇവർക്കും കാണത്തില്ലേ ഫാമിലിയൊക്കെ. ഇത് FBയിലൂടെയും ഇൻസ്റ്റയിലൂടെയാണ് വരുന്നത്. ഇത് രണ്ടും ഉപയോഗിക്കാത്ത മനുഷ്യരില്ലേ ലോകത്ത്. അതുമാത്രം ഇത് രണ്ടും ഉപയോഗിക്കാത്ത കൊച്ചു കുഞ്ഞുങ്ങൾ മുതൽ എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ്. ഇതിനകത്തൂടെ കാണുമ്പോൾ ഈ നാട്ടുകാരാണേലും വീട്ടുകാരാണേലും ഒക്കെ എന്നേലൊക്കെ പറയത്തില്ലേ. അടുത്തൊരു സീൻ കാണാം. ഇതാണ് വെറും എന്നാ കലയെ കൊല്ലുക എന്ന് പറയും. കലയെ കൊല്ലുകയാണ് ചെയ്യുന്നത്. പൊക്കാനല്ല, പൊക്കണ്ട, ഇങ്ങനെ പൊക്കാനല്ല, ഇവിടെ നിന്ന് ഇങ്ങനെ പിടി, ഇങ്ങനെ പിടിച്ചേ. പൊക്കാനല്ല, പൊക്കില്ല, പൊക്കില്ല, പൊക്കാനല്ല, ഇങ്ങനെ പൊക്കാൻ വേണ്ടി. അവിടെ ഒരു മാവുണ്ട്, ആ മാവേലി ഒരു മാങ്ങ പറിക്കാൻ വേണ്ടിയാണ് ഈ പുള്ളിക്കാരിയെ പൊക്കുന്നത്. ഇതൊക്കെ റീലിൻ്റെ ഭാഗമാണെന്ന് പറഞ്ഞാൽ ഈ പബ്ലിക്കായിട്ട് വന്ന് ഇവിടെയൊക്കെ മനുഷ്യരൊന്നും ഇല്ലെന്നാണ് ഞാൻ ഓർക്കുന്നത് കേട്ടോ. ഈ മാതിരി തോന്നിവാസങ്ങളൊക്കെ കാണിക്കുമ്പം ഇതിനൊന്നും പ്രതികരിക്കാൻ, ഇതിനെതിരെ നിൽക്കാനൊന്നും ആൾക്കാരില്ലെന്നാണ് വിചാരിക്കുന്നത്. ഇതൊന്നും അല്ല, ഇതിൽ കൂടുതലുണ്ട്. കുറേയൊക്കെ നമുക്ക് നമ്മുടെ ചാനലിലൂടെ കാണിക്കാൻ പറ്റത്തില്ല, അതുകൊണ്ടാണ് അതൊന്നും കാണിക്കാത്തത്. പുള്ളി ആര് വന്നാലും പുള്ളിക്ക് മാങ്ങ പറിക്കലൊരു ഹോബിയാണ്. വരുമ്പോ ഒരു ഇത് പിടിക്കണം കേട്ടോ. സ്റ്റെപ്പല്ല, പിന്നെ സ്റ്റെപ്പല്ലടോ, ഇവിടെ നിൽക്ക്. അതിൽ പൊക്കാണ്ട് കൈ കൊണ്ടല്ലാണ്ട് പൊക്ക കേട്ടോ. കൈ വരില്ല അതിനകത്ത്. ഇവിടെ നിൽക്ക്, ഇങ്ങനെ 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 നിൽക്ക്, ഇങ്ങനെ വരും. മാങ്ങ പറി, മാങ്ങ പറി, മാങ്ങ പറിക്ക്. ഇവിടെ ഇനി പറ, ഇനി പറ. ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ചിരിയും വരും, നാണക്കേടും കൂടെ തോന്നും കേട്ടോ. അതുപോലുള്ളതാണ് പുള്ളിക്ക്. ഈ മാങ്ങ പറിക്കൽ ഭയങ്കര ഹോബിയാണെന്ന് ഞാൻ പറയാൻ കാര്യം, ഇപ്പോൾ ആ പുള്ളിക്കാരിയെ കൊണ്ട് മാങ്ങ പറിപ്പിക്കാൻ നോക്കുന്നുണ്ട്. അതുപോലെ തന്നെ അടുത്ത ആര് വന്നാലും പുള്ളി അത്ര പാവമാണെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. പുള്ളിയുടെ ഈ രീതി വെച്ചാൽ വരുന്നവരെല്ലാം പറയുന്നത് പുള്ളിക്ക് നല്ല വൃത്തിയാണെന്നാണ് പറയുന്നത്. ആരാണ്ട് ചോദിക്കുന്ന കേട്ടായിരുന്നു, ഈ പുള്ളിയെ കണ്ട കുളിക്കാൻ നനയ്ക്കൊന്നും തോന്നത്തില്ല, വായുനാറ്റം കൊണ്ട് എങ്ങനെ അടുത്ത് നിർത്തുന്നത്. അപ്പോൾ വരുന്നവരെല്ലാം പറയുന്നത് പുള്ളിയെ നല്ല മണമാണ്, പുള്ളിയെ അങ്ങനെ കുളിക്കാൻ നനയ്ക്കില്ലാത്ത ആളൊന്നുമല്ല, കുളിക്കുകയൊക്കെ ചെയ്യുന്നതാണ്, നല്ലപോലെ വായുന്നൊന്നും അങ്ങനെ സ്മെല്ലോ കാര്യങ്ങളോ ഒന്നുമില്ല, നല്ല ഒരു മനുഷ്യനാണ് എന്നാണ് ഇവരുടെ കൂടെ വരുന്നവർ എല്ലാ അഭിപ്രായം പറയുന്നത്. അടുത്ത ഈ കൊച്ചുമായിട്ട് പിന്നെ ഇത് കൊച്ചാന്ന് തോന്നുന്നു കേട്ടോ, അധികം പ്രായമില്ലാത്ത പെണ്ണാന്ന് തോന്നുന്നു കണ്ടിട്ട്, അതുകൊണ്ട് ഞാൻ കൊച്ചെന്ന് പറഞ്ഞാൽ പുള്ളിക്കാരിയായിട്ട് ഒരു റീലൊക്കെ എടുത്തായിരുന്നു കേട്ടോ. അത് പക്ഷേ രസമുണ്ടായിരുന്നു കാണാനായിട്ട്. ഒരു പാട്ടിട്ട് അത് അതുപോലൊക്കെ എടുക്കുവാണെങ്കിൽ നമുക്ക് നല്ല ഒരു ഇഷ്ടം തോന്നും. ഇതിനെയും കൊണ്ട് മാങ്ങ പറിപ്പിക്കില്ല. നമുക്ക് നോക്കാം, ഇവൻ ഇങ്ങനെയാണെങ്കിൽ കുറേ മാങ്ങ പറിക്കും. ഇവനല്ല, ഇവളുമാർ കുറേ മാങ്ങ പറിച്ച് തിന്നും. ഇതാണ് ഇവരുടെ പരിപാടി എന്ന് പറയുന്നത്. ഈ മാങ്ങ പറിപ്പിക്കൽ തന്നെയാണ് ആദ്യം പോലെ അവസാനം വരെ മിക്ക ഏത് ആർട്ടിസ്റ്റ് വന്നാലും കാണിക്കുന്നത്. അതുപോലെ തന്നെ
ഈ ഒരു ആർട്ടിസ്റ്റ് മാത്രമല്ല കേട്ടോ, വേറെ ഒരുപാട് പേരുണ്ട്. അപ്പോൾ ഇത് ഞാൻ എടുക്കാനുള്ള കാര്യം, ഈയിടയ്ക്ക് ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു പുള്ളിയുടെ. ആ ഇൻ്റർവ്യൂവിലെ ഭാഗമാണ് ഞാൻ ആദ്യം കാണിച്ചത്. അതിനകത്ത് ആ ഒരു ഇൻ്റർവ്യൂ ചെയ്യുന്ന ആ പയ്യൻ എത്രമാത്രം ഇങ്ങനോട് പറഞ്ഞു കൊടുക്കുന്നുണ്ടെന്നറിയാം. നിങ്ങളിങ്ങനെ പോകരുത്, നിങ്ങളൊരു മാണിക്യമാണ്, നിങ്ങൾ ഈ ചെളിക്കുഴിയിലോട്ട് ആ മാണിക്യം പോകാതെ നല്ല രീതിക്കുള്ള കാര്യങ്ങൾ ചെയ്യും. നിങ്ങളുടെ ഫാമിലിയുള്ളവർ പറയുന്നുണ്ടായിരിക്കത്തെ, അവരെ മറ്റുള്ളവർ പറയത്തില്ല, അവർക്ക് നാണക്കേട് വരത്തില്ലേ, നിങ്ങൾ ചെയ്യുവാണെങ്കിൽ നല്ല രീതിക്ക് ചെയ്യുക എന്നും പണ്ട് ഒരുപാട് കാര്യങ്ങൾ അയാൾ ആ പറയുന്ന കാര്യങ്ങളായിട്ടുള്ള അത്രയ്ക്ക് നല്ല കാര്യങ്ങളാണ് പറഞ്ഞു കൊടുക്കുന്നത് ആ പയ്യനെ. അതെല്ലാം കേട്ട് ഏസ് വെച്ചു, ഇനി ഞാൻ അങ്ങനത്തെ ചെയ്യലെന്ന് പറഞ്ഞു. അത് പറഞ്ഞിച്ച് വന്നതിന് ശേഷം എടുത്തിട്ടുള്ള റീലൊക്കെയാണ് ഇതൊക്കെ. നിനക്കൊരു ഗാനം അറിയാതെ ആത്മാവിൽ ചിറകു കുടഞ്ഞോ അഴകേ. ഇതൊക്കെയാണ് കാണിക്കുന്നത്. നല്ല നല്ല പാട്ടുകളും കൂടെ കൊന്നുകളയുവാണ്. പുള്ളിക്കാരൻ കുഴപ്പമില്ലാതെ പാടുന്നുണ്ട്, പക്ഷേങ്കിൽ ആ പാടുന്നതിനൊക്കെ നമുക്ക് ഒരു മോശമായിട്ട് പുള്ളി അങ്ങ് അവരുടെ മേത്തോട്ട് കയറി കിടന്നങ്ങ് ഇഴുകി വലിഞ്ഞ് മുറുകി എന്നതൊക്കെയാണോ എൻ്റെ അമ്മോ. സത്യം പറഞ്ഞുണ്ടല്ലോ, ഇദ്ദേഹത്തിൻ്റെ ഭാര്യയെ സമ്മതിക്കണം കേട്ടോ. നമുക്ക് നമ്മുടെ ഭർത്താവ് ഒരു പരിധി വിട്ട് ഒരാളോട് മിണ്ടെന്ന് കാണുമ്പോൾ പോലും നമുക്കൊരു ഇറിറ്റേഷൻ തോന്നാറില്ലേ എന്ന് പറയുന്ന ആ ഒരു ഇത് ഒരു അഭിനയമാണെങ്കിൽ ഓക്കെ, നമുക്ക് മനസ്സിലാക്കാം അത് അഭിനയം. ഇത് എന്നാ അഭിനയം എന്നാണ് പറയുന്നത്? ഇത് അഭിനയമൊന്നുമല്ല, ഇത് അവിഹിതമൊന്നും വേണം ഇതിന് പറയാനായിട്ട്. ഇത് അവിഹിതമാണ് ഈ കാണിക്കുന്നത്, അല്ലാതെ ഇത് അഭിനയമല്ല. ഇതിനകത്ത് വേറെ ഈ പുള്ളിക്കാരുടെ തന്നെയാണ് ഇപ്പോൾ കുറേ റീൽസ് ഇതിനകത്ത് എടുത്തേക്കുന്നത്. ഇതിനൊക്കെ ഉള്ളത് വേറെ ഓരോന്നൊക്കെ ഉണ്ട്. അതൊക്കെ കണ്ടാൽ നമ്മൾ ഇവിടുന്ന് മിക്കവരും കണ്ടിട്ടൊക്കെ ഉണ്ടായിരിക്കും. എന്നാൽ അതുപോലുള്ള ചില ആർട്ടിസ്റ്റുകളൊക്കെ വരാറുണ്ട് കേട്ടോ. ഇത് കയ്യോടെ വെക്കണേന് 5000 രൂപ വേണം. ഭാഗത്തിന് ഇത് ഇവിടെ 5000, ഇവിടെ 10000, ഇവിടെ 25,000. അങ്ങനെയാണ് ആർട്ടിസ്റ്റുകൾക്ക് അല്ലേ. എന്റെ 10 രൂപയേ ഉള്ളൂ. അപ്പൊ ഇവിടെ കൈവെക്കണതിന് എത്രയോ? ഒന്നും വിടടോ അവിടെ. ഒരു ആർട്ടിസ്റ്റിനെയാണ് ഇപ്പൊ വിടടോ എന്ന് പറഞ്ഞു. അത് ഞാൻ ജീവിതത്തിൽ പറഞ്ഞു. ജീവിതത്തിലാണോ അഭിനയമാണോ? അഭിനയത്തിൽ പറഞ്ഞു. ഒറിജിനലാണോ? ഒറിജിനൽ ഓർമ്മ വേണമെങ്കിൽ പോലെപ്പാ. മോളെ ഇത് കാണുമ്പോൾ നമുക്കറിയാം ഇവർക്ക് സത്യം പറഞ്ഞാൽ പലയിടത്തും ഇവർ എതിർക്കുന്നുണ്ട്. ഇങ്ങനെ കെട്ടിപ്പിടുത്തവും ഈ മേത്തോട്ടുള്ള മുട്ടി നിപ്പും എല്ലാം ഇവർ എതിർക്കുന്നുണ്ട്. പക്ഷേ ഇവർ എന്നിട്ടും വന്നിരിക്കുന്നത് എനിക്കൊന്ന് ഇവർക്ക് ഇതിന് മുമ്പത്തെ എന്തോ റീല് ചെയ്തതിന് ഇവർക്ക് പൈസ കിട്ടിയിട്ടില്ല. അതും കൂടെ മേടിക്കാനായിട്ടാണ് അവർ വന്നിരിക്കുന്നത്. പിന്നെ പുള്ളിക്കാരി ഭയങ്കര ബുദ്ധിയുള്ള ഒരു ആർട്ടിസ്റ്റാണ്. ഓരോ സ്ഥലത്തും കൈ വെക്കുന്നതിന് എത്ര രൂപ എന്നുള്ളത് കൃത്യമായിട്ട് പുള്ളിക്കാരിക്ക് അറിയാം. ഇങ്ങനെയാണെങ്കിൽ ഇവനൊരു നിവർത്തിയില്ലാത്തവനാണെന്ന് പറയുന്നുണ്ട്. ഇവൻ കുറേ പാടുപെടുമല്ലോ ഇവർക്ക് പൈസ കൊടുക്കാനായിട്ട്. എന്നാണേലും എന്നതൊക്കെയാണോ കാണിക്കുന്നത്? നമുക്ക് സത്യം പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ കയറിയപ്പോൾ ഒരു നല്ല കാര്യങ്ങളൊന്നും കാണാനായിട്ടില്ല കേട്ടോ. ഇതുപോലെ നമുക്ക് നേരത്തെ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് അതിനകത്ത് കയറി ഒരുപാട് നല്ല നല്ല ഇതൊക്കെ ഉണ്ട്. ഇപ്പോൾ അതങ്ങനെയൊന്നുമില്ല. നേരത്തെ എന്നൊക്കെ പറയും സോഷ്യൽ മീഡിയ ഓരോരുത്തർ ചെയ്യുമ്പം സമൂഹം, വീട്ടുകാർ, അങ്ങനെ ഒന്നും അല്ലെങ്കിലും നമ്മുടെ സമുദായത്തെയെങ്കിലും ആൾക്കാരൊന്ന് ചിന്തിക്കും. അവിടെ ഉള്ളവരെങ്കിലും എന്നാ പറയും എന്നുള്ളൊരു ചിന്തയും ഇതൊക്കെ വരും. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. കുറേ പെണ്ണുങ്ങളുണ്ട്, ആണുങ്ങളുണ്ട്. അവർക്ക് എന്നതും ചെയ്യാമെന്നുള്ളൊരു ഇതിലേക്ക് വന്ന് നെഗറ്റീവ് എങ്ങനെ ഉണ്ടാക്കാം എന്നാണ് അവർ ആദ്യം ചിന്തിക്കുന്നത്. നെഗറ്റീവായിട്ട് ഒരു കാര്യങ്ങൾ ചെയ്യുക, അതിലൂടെ അവർക്ക് 10 പേര് അറിയപ്പെടുക, അങ്ങനെയാണ് ചെയ്യുന്നത്. ഈ പുള്ളിക്കാർക്ക് തന്നെ ഇതുപോലുള്ള ആർട്ടിസ്റ്റുകളൊക്കെ കിട്ടുമെങ്കിൽ ചെറിയൊരു ഷോർട്ട് ഫിലിം പോലെ എടുത്താൽ പോരെ, നല്ല നല്ല കാര്യങ്ങളൊക്കെ ഇട്ട് അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ആൾക്കാർ കാണുമല്ലോ. ഇതുപോലുള്ള ഈ വൃത്തികെട്ട വർത്തമാനങ്ങൾ കേൾക്കണ്ടല്ലോ. പുള്ളിയുടെ അമ്മയ്ക്കൊക്കെ വിളിക്കുന്നത്, പുള്ളിനെ ഒരു പുള്ളിയുടെ അമ്മ മരിച്ചു പോയതാണ്. അമ്മയ്ക്ക് വിളിക്കുമ്പോൾ പുള്ളിക്ക് വല്ല ഈ കോലം കാണിച്ചിട്ടല്ലേ ഈ അമ്മയും അപ്പനെയൊക്കെ നാട്ടുകാർ വിളിക്കുന്ന വന്നേച്ച് ഇല്ലേ? വിളിക്കുമോ? നമ്മളൊരു കാര്യം ചെയ്ത് ഒരു മോശം ഇതായതുകൊണ്ടാണ് നമ്മുടെ അമ്മയ്ക്കും അപ്പനും ഒക്കെ ആൾക്കാർ വിളിക്കാൻ വരുന്നത്. ഇത് അലൻ ജോസ് പെരേരയാണ്. അലൻ ജോസിനെ വെച്ച് ഇവൻ കുറേ വീഡിയോസ് ചെയ്തായിരുന്നു. ഞാൻ തന്നെ ഓർക്കാം, ദൈവമേ അന്ന് ഇവൻ ക്യാമറയ്ക്ക് പിന്നിലായിരുന്നു നിന്നത്. എന്നാലല്ല ഞാൻ ഓർക്കാം, ഇടയ്ക്കൊക്കെ വരും. ഈ അലനെ ഏറ്റവും കൂടുതൽ എരിവ് കയറ്റുന്നതും ഏറ്റവും കൂടുതൽ നീ ചെയ്ത് അടിപൊളിയാണ്, സൂപ്പറാണ് എന്നും പറഞ്ഞിട്ട് കുറേ പെണ്ണുങ്ങളെ കൊണ്ടുവന്നിട്ട് ലാസ്റ്റ് 6-8 കൂടി ഇങ്ങ് വന്നു. പിന്നെ അവിടെ കാണിക്കുന്നത് മൊത്തം ഒരുമാതിരി ഏപ്പടത്തിലെ സീൻ പോലെയൊക്കെ ആയിരുന്നു. അതുപോലെയാണ് വികാരം വരുന്നതും എന്നതൊക്കെയായിരുന്നെന്നറിയാവോ? വെണ്ണിലവാണു നീ കണ്ണിൽ 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 ഇഷ്ടം നീയല്ലേ, പഞ്ചാരപ്പൂവല്ലേ, മൈനാനെ മൈനെ നിന്നെ ചേരുമ്പോൾ ഞാനും പഞ്ചാരപ്പൂ മുത്തം കൂടി. ഓ പ്രിയ, ഓ പ്രിയ. ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് സത്യം പറഞ്ഞിട്ടല്ലോ ഈ പോട്ടനെയൊക്കെ ഉണ്ടല്ലോ എടുത്ത് വല്ല കുളത്തിലിടാൻ തോന്നും. അതുപോലുള്ള പരിപാടികളാണ് കാണിക്കുന്നത്.
ഇത് ഈ പുള്ളിക്കാരൻ പറയുന്നൊരു കാര്യമുണ്ട്, അത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് കേട്ടോണം കേട്ടോ. ഈ അഭിലാഷ് പറയുന്നൊരു കാര്യമുണ്ട്, അതൊന്ന് ശ്രദ്ധിച്ച് കേട്ടോണം. ഇത് ഈ പറയുന്നതിൻ്റെ അർത്ഥം പുള്ളി മനസ്സിലാക്കിയിട്ടാണോ പറയുന്നതെന്ന് എനിക്കറിയാൻ മേല, അതോ ഈ പുള്ളി പൊട്ടനാണോ ജന്മന, അതുകൊണ്ടാണോ ഈ പുള്ളി ഈ പണിക്ക് ഇറങ്ങിയതെന്ന് എനിക്കിത് സത്യം പറയില്ല. കേട്ടപ്പം ഒരുമാതിരി ദേഷ്യം കൂടെ എനിക്ക് തോന്നി കേട്ടോ. ഇത്രയും വിവരക്കേടുകൾ പറയുന്ന ഒരു നടൻ എന്നാണല്ലോ ഓർത്ത് പോയി. എന്താ നായികയുടെ പേര്? സുനിത കൊല്ലം. എന്റെ നായികയായിട്ട് വന്നു. ദിലീപേട്ടനെ പോലെ ഒരേ നായകന്മാരെ മലയാള സിനിമയ്ക്ക് പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഓൾ ദി ബെസ്റ്റ്. നല്ല 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 പ്രൊജക്ടുകൾ ചെയ്യട്ടെ. താങ്ക് യു. നന്നായിട്ട് സിംഗ് ചെയ്തു. ഓൾ ദി ബെസ്റ്റ്. ദിലീപേട്ടനെ പോലെ ഓരോ നായികമാരെ ഞാൻ മലയാള സിനിമയ്ക്ക് പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പം പരിചയപ്പെടുത്തുന്ന നായികമാരാണോ ഈ വന്നേക്കുന്നതൊക്കെ? ഇതുപോലാണോ ദിലീപിന്റെ സിനിമയിൽ വന്ന നായികമാരെന്ന് പറയാനായിട്ട്? ആണോ? ഈ പറയുന്നതിനൊക്കെ ഒരു ചേർച്ച വേണ്ടേ? നമ്മൾ വിവരമില്ലായ്മ ഒരു അലങ്കാരമാക്കി കൊണ്ട് നടന്ന് പൊട്ടത്തരം പറയുന്നത് കേൾക്കുമ്പോഴത്തേക്കുണ്ടല്ലോ, അതിനകത്ത് ഇപ്പോൾ ഈ കാണിച്ചേക്കുന്ന എൻ്റെ നായികയായിട്ട് വന്ന പെങ്കൊച്ചെന്നൊക്കെ പറഞ്ഞ് കാണിക്കുന്നുണ്ട്. ആ പുള്ളിക്കാരി ഒരു സീൻ ചെയ്യുന്നുണ്ട്. ലാലേട്ടൻ നമ്മുടെ ഇതിനകത്ത് ലൂസിഫറിനകത്ത് ചെയ്തൊരു വേഷം. നീ എൻ്റെ പിള്ളേരെ തൊടുന്നോടാന്ന് ചോദിച്ചുകൊണ്ട് ഒരു സാരിയൊക്കെ ഉടുത്ത് അടുത്ത് നിൽക്കുന്നവൻ്റെ നെഞ്ചത്തോട് കാലുമൊക്കെ എടുത്ത് വെച്ച്, ഇതൊക്കെയാണ് ഇവർ ചെയ്യുന്ന പുതിയ നായികമാരുടെ അഭിനയ കാഴ്ചകളെന്ന് പറയുന്നത്. ഈ അഭിനയ കാഴ്ചകളൊക്കെയാണ്. എന്നിട്ട് ഈ പുള്ളിക്കാരിയെ ശരിക്കും എല്ലാവരും ചീത്ത വിളിച്ചു, നെഗറ്റീവ് പറഞ്ഞു. വല്ല വീട്ടിൽ അടുക്കളപ്പണിക്ക് പോയിക്കൂടെ, അല്ലെങ്കിൽ തൊഴിലുറപ്പിന് പോയിക്കൂടെ, അല്ലെങ്കിൽ വല്ല മേക്കാട് പണിക്കും പോകും എന്ന് പറഞ്ഞ് ഇവർ കുറേ പേര് നെഗറ്റീവ് അടിച്ചു. ഇവർ വീട്ടിലും എന്തൊക്കെയോ പ്രശ്നങ്ങളായിരുന്നു പറഞ്ഞ് ഇവർ കുറേ സോഷ്യൽ മീഡിയ വന്നിട്ടുണ്ടായിരുന്നു. അന്നേരം ഇവർ പറയുന്നു ഞാൻ ഇന്ന് വരെ എങ്ങും അടുക്കളപ്പണിക്ക്. പക്ഷേ അതിനേക്കാൾ ഈ അടുക്കളപ്പണി എന്ന് പറഞ്ഞാൽ ഒരു മോശം പരിപാടിയൊന്നുമല്ല. ഇപ്പം നല്ല ശമ്പളമാണ് ഈ അടുക്കളപ്പണിക്ക് പോയാൽ. അതൊക്കെ ആകുമ്പോഴത്തേക്ക് അടങ്ങി ഒതുങ്ങിന്ന് ജോലി ചെയ്യണം. ഇതുപോലെ കിടന്നുള്ള അഴിഞ്ഞാട്ടം നടക്കുകയില്ല. അതുകൊണ്ടാണ് അടുക്കളപ്പണിക്ക് ഞാൻ ഇന്ന് വരെ പോയിട്ടില്ല, ഞാൻ ഒരിക്കലും പോത്തുമില്ലെന്ന്. അടുക്കളപ്പണി എന്ന് പറഞ്ഞാൽ അത്ര മോശം പണിയൊന്നുമില്ല. നിങ്ങളിപ്പോൾ ഈ കാണിക്കുന്നതിനേക്കാൾ 10 ഇരട്ടി അന്തസ്സുള്ളൊരു പരിപാടിയാണ് ഈ അടുക്കളപ്പണി എന്ന് പറയുന്നത്. അടുക്കള വല്ലതും ഉണ്ടാക്കാൻ അറിയാവുന്നവരായിരിക്കണം. അതും ഒരു കഴിവാണ് മനുഷ്യൻ്റെ. പാചകം ഒരു കല തന്നെയാണ്. അടുക്കളയിൽ നമ്മളൊരു ആഹാരം ഉണ്ടാക്കി രുചിക്ക് ഒരാൾക്ക് കൊടുക്കാമെന്ന് പറയുന്നത് ഒരു കലയാണ്. അത്രയ്ക്ക് വലിയ ആൾക്കാരൊക്കെയാണ് ഇവരതൊക്കെ മോശപ്പെട്ട പണിയായിട്ട് പറഞ്ഞ് ഇതാണ് അന്തസ്സായിട്ടുള്ള പണിയായിട്ട് ഇവർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. റീൽസായിട്ടും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഇറക്കിയിട്ടുണ്ട്. നമുക്കിതൊക്കെ കണ്ടു കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കുണ്ടല്ലോ ഈ പുള്ളിക്കാരന് ഇനിയേലും തലയിലൊന്ന് വെട്ടം വീഴട്ടെ എന്നാണ് പറയുന്നത്. ഒരു ഇച്ചിരി വെട്ടം വീഴുവാണെങ്കിൽ കലയെ ഇതുപോലെ നശിപ്പിച്ച് ഇതുപോലെ കൊള്ളക്കൊല ചെയ്യാന്ന് പറയും, കൊള്ളയടിക്കുക എന്ന് പറയും. അതാണ് പുള്ളി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് സത്യം പറഞ്ഞാൽ പുള്ളിയിൽ നിന്നൊരു ആർട്ടിസ്റ്റിനെ നല്ല ഇതായിട്ട് കൊണ്ടുവരുമല്ല. പുള്ളി നെഗറ്റീവ് കാണിച്ച് ഫെയിം ആകാൻ നോക്കുവാണ്, അത് വേറൊരു കാര്യം, അതും സത്യമാണ്. അതിലൂടെ പുള്ളി ഒന്ന് ഫെയിം ആകാൻ നോക്കുവാണ്. പക്ഷേ അതിലേറെ ഈ പെണ്ണുങ്ങളെ ഇങ്ങനെ മാറി മാറി കെട്ടിപ്പിടിക്കുക എന്നുള്ളതാണ് പുള്ളിയുടെ ഏറ്റവും വലിയ ലക്ഷ്യം. ഏറ്റവും വലിയ ലക്ഷ്യം അതുതന്നെയാണ്. ഇങ്ങനെ പെണ്ണുങ്ങളെ അതിനായിട്ട് വരുന്ന കുറേ പെണ്ണുങ്ങളും ഇതിനൊക്കെ വീട്ടിൽ ചോദിക്കാനും പറയാനും ആരും ഇല്ല എന്നാണ് ഓർക്കുന്നത്. ഒന്നാമത് ഈ ഒരു സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങളും എല്ലാം ഉപയോഗിക്കുന്നതാണ്. ഇപ്പോഴത്തെ കുഞ്ഞുങ്ങളെന്ന് പറഞ്ഞാൽ ഏത് രീതിക്കാണ് വഴിതെറ്റി പോകേണ്ടതെന്ന് പറഞ്ഞിരിക്കുന്ന പിള്ളേരുമാണ്. അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് ഒരു നിമിഷം ചിന്തിക്കുക, അവനവൻ്റെ വീട്ടിലും കുഞ്ഞുങ്ങളുണ്ട്. ആ കുഞ്ഞുങ്ങൾ ഇതുപോലെ മറ്റൊരാൾ കാണിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ എന്നതായിരിക്കും വിചാരിക്കുന്നതെന്ന് വയ്ക്കുക. ഇതുവരെ ഇയാൾ കാണിച്ച കാര്യങ്ങളെല്ലാം പോട്ടെ, ഇയാൾക്ക് ഇനിയാണെങ്കിലും നല്ലതായിട്ടൊരു റീലെടുത്ത് പാട്ടിട്ട് ഇയാൾക്ക് ചെയ്യാം. നല്ലൊരു പാട്ടിട്ട് ഇയാൾ അതിനകത്ത് ചെയ്തേക്കുന്നുണ്ട്. നല്ല രസമുണ്ട് അത് കാണാനായിട്ട്. അതാ ഒരു മാങ്ങ പറിക്കുന്ന ഒരു പെങ്കൊച്ചാണ്. ആ പെങ്കൊച്ചാണ് അതിനകത്ത് റീലിനകത്ത് വന്നിരിക്കുന്നത്. അത് പക്ഷേ പാട്ടുള്ളതുകൊണ്ടാണ് അതിനകത്ത് കാണിക്കുന്നത്. പക്ഷേ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടായിരുന്നു. പാട്ടുള്ള ചിലപ്പോൾ കോപ്പിറൈറ്റോ കാര്യങ്ങളോ വന്നെങ്കിലോ എന്ന് ഓർത്തുകൊണ്ടാണ് ഞാൻ ഇതിനകത്ത് ഇത് കാണിക്കാത്തത്. പക്ഷേ അത് നല്ല രസമുണ്ട് കാണാനായിട്ട്. അവർ രണ്ടുപേരും ഓടി വരുന്ന സ്ലോ മോഷൻ വരുന്നതും ആ തൂണിൻ്റെ അടുത്തേക്ക് വലിയ കെട്ടിപ്പിടുത്തവോ വാരിയെടുക്കലോ അങ്ങനെ ഒന്നുമില്ല സീനകത്ത്. പക്ഷേ പാട്ടും അതുമായിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു. ആ കൊച്ചിനെ കാണാൻ നല്ലൊരു ഭംഗിയുള്ളൊരു പെങ്കൊച്ചായിരുന്നു കേട്ടോ. അത് വരുന്നത് നമ്മുടെ അഭിനയത്തിന് വലിയ സൗന്ദര്യം വേണ്ട, പക്ഷേ ആ പെങ്കൊച്ച ചെയ്യുന്നതും നല്ല ഒരു ഭംഗിയിലായിരുന്നു ചെയ്യുന്നത്. നല്ലത് ചെയ്താൽ ഓഡിയൻസ് ആരാണേലും നല്ലതെന്ന് പറയും, മോശം കണ്ടാൽ ആൾക്കാർ മോശവും തന്നെ പറയും. നല്ലത് ചെയ്ത് നല്ലത് വരാനാണ് നോക്കേണ്ടത്. അല്ലാതെ ഇത്രയും നല്ലൊരു കലാകാരൻ പിഷാരടിയുടെ കൂടെ ഒക്കെ വർക്ക് ചെയ്തിട്ടുള്ളതെന്ന് പറയുന്നുണ്ട്. അവരുടെ എല്ലാം കൂടെ നിന്ന് ചെയ്തിട്ടുള്ളതാണ്. എന്നിട്ട് സിനിമയിൽ വലിയ ഇതാകാൻ പറ്റിയില്ല എന്നും പറഞ്ഞുകൊണ്ട് അവർ ഈ സിനിമയിൽ വലിയ ഇതാകാൻ പറ്റാത്ത എത്രയോ നടന്മാരുണ്ട്. നമ്മുടെ റഹ്മാനൊക്കെ എങ്ങനെ തിളങ്ങി നിന്നതാണ് ചെറുപ്പകാലങ്ങളിൽ. അത് കഴിഞ്ഞ് പിന്നെ കയറുന്നപ്പോൾ അവരത്ര ഫെയിമായിട്ടൊന്നും വന്നില്ല. അങ്ങനെ എത്ര ആർട്ടിസ്റ്റുകൾ പിന്മാറി പോയിട്ടുണ്ട് നല്ല ഇതായിട്ട് വന്നിട്ട്. നമ്മുടെ ഒരു സിനിമയിലേക്ക് നടൻ്റെ പേരെത്ര ഒരു പാവയൊക്കെയുള്ളൊരു സിനിമയോ ആ പേര് ഞാൻ മറന്നുപോയി. ഒരു പൂച്ചക്കണ്ണുള്ള നമ്മുടെ മോഹൻലാലിൻ്റെ ഒരു സിനിമ ഉണ്ടായിരുന്നു,
സുരേഷ് ഗോപിൻ്റെ ഈ സിനിമയുടെ പേരെല്ലാം മറന്നു പോവാണല്ലോ. സിനിമയൊക്കെ ഞാൻ കാവ്യമാധവനും ദിലീപും പിന്നെ കനികയൊക്കെ ഉള്ളൊരു സിനിമയുണ്ടായിരുന്നു. സുരേഷ് ഗോപി പോലീസ് ഓഫീസറായിട്ട് വരുന്നത്, മോഹൻലാൽ വലിയ കള്ളനായി പോകുന്നത്, സായികുമാർ അപ്പനായിട്ടൊക്കെ ഉള്ളൊരു സിനിമ ഉണ്ടായിരുന്നു. അതിനകത്ത് ദിലീപ് അച്ഛനാകാൻ പോയിട്ട് കാവ്യമാധവനെ കല്യാണം കഴിക്കുന്ന ലാസ്റ്റ്. ദേവൻ്റെ മോളാണ് കാവ്യമാധവൻ. സിനിമയുടെ പേര് ഞാൻ മറന്നു കേട്ടോ, ഭയങ്കരമായിട്ടും മറവി. ആ ഒരു സിനിമയിൽ മോഹൻലാലിൻ്റെ കൂടെ 2 പേര് നടക്കുന്നുണ്ട്. അതിലൊരു പൂച്ചക്കണ്ണുള്ളൊരു പുള്ളിക്കാരനുണ്ട്. ആ പുള്ളിക്കാരൻ നായകനായിട്ട് വന്നതാണ്. ആ പുള്ളിയാണ് മറ്റേ മോഹൻലാലിൻ്റെ മഹാസമുദ്രം, അങ്ങനെയാണെന്ന് തോന്നുന്നു സിനിമയുടെ പേര്. ഞാൻ വല്ല ദൈവമേ ഒറ്റ സിനിമയുടെ പേര് എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല കേട്ടോ, ഭയങ്കരമായിട്ട് മറന്നു പോകുന്നു കാര്യങ്ങളൊക്കെ. അപ്പം ആ ഒരു സിനിമയിലൊക്കെ ആ പുള്ളിക്കാരൻ വില്ലനായിട്ട്, പിന്നെ മിക്കതിനകത്തും വില്ലനായിട്ടൊക്കെയാണ് വന്നിട്ടുള്ളത്. ആ ഒരു പുള്ളിക്കാരൻ്റെ പേര് എന്നാന്ന് ഞാൻ ഓർക്കുന്നില്ല കേട്ടോ, നായകനായിട്ട് വന്നതാണ്. ആ പാട്ട് ഇപ്പോഴും ഹിറ്റാണ്. ഇപ്പോഴും ആ പാട്ട് ഒരു നമ്മുടെ വാലന്റൈൻസ് ഡേയുടെയൊക്കെ എന്നൊക്കെ ആ പാട്ടാണ് കൂടുതലും ഇതായിട്ട് വരുന്നത്. അത്രയ്ക്ക് നല്ലൊരു പാട്ടാണ് അതിനകത്ത്. അവർ രണ്ടുപേരും പ്രണയിക്കുന്നതായിട്ട് ആ അങ്ങനെ നായകനായിട്ട് വന്ന ആ നടൻ ഇന്നിപ്പം ചെറിയ ചെറിയ വേഷങ്ങളാണ് ചെയ്യുന്നത്. എന്നും പറഞ്ഞിട്ട് അവരൊക്കെ കോമാളിത്തരത്തിലേക്ക് പോയോ? ഇല്ല. ഇദ്ദേഹത്തിന് അവരെയൊക്കെ വെച്ച് അത്രയും ഫെയിമായിട്ട് വന്നവരൊക്കെ അങ്ങനെയൊക്കെ ചെറിയ ചെറിയ വേഷങ്ങളിലേക്ക് പോയി. ഏതെങ്കിലുമൊക്കെ ചെറിയ ചെറിയ വേഷങ്ങളൊക്കെ ചെയ്ത് നിൽക്കുക, അല്ലെങ്കിൽ സ്വന്തമായിട്ട് ചെയ്യുവാണെങ്കിൽ തന്നെ നല്ലത് രീതിക്ക് ചെയ്യുക. ഇത്രയും അറപ്പാകുന്ന രീതിയിൽ, ഇത്രയും നമ്മുടെ ഇവരൊക്കെ പറയുന്ന പോലെ അനന്തമൊക്കെ പറയുന്നത് അപരാധം കാണിക്കാതെ നല്ല രീതിക്ക് വല്ലതൊക്കെ ചെയ്ത് നല്ല ഇതായിക്കൂടെ. നെഗറ്റീവ് വന്ന് കുറേ കഴിയുമ്പോൾ മനുഷ്യർ വെറുത്ത് തുടങ്ങും. അതാണ് ഈ നെഗറ്റീവിൻ്റെ കുഴപ്പം. കുറേ കഴിയുമ്പോൾ നമുക്ക് അങ്ങ് വെറുപ്പായി തുടങ്ങും. ആദ്യമൊക്കെ ചീത്ത വിളിച്ച് മനുഷ്യർക്ക് പിന്നെ വെറുപ്പായി തുടങ്ങും. അതേസമയം നല്ലതായിട്ട് ഒരു ഇത് ചെയ്യുവാണെങ്കിൽ നമുക്കത് എപ്പോഴും കാണാനായിട്ടൊരു ഇഷ്ടം തോന്നും. എൻ്റെ ഈ കഴിഞ്ഞ 2 ദിവസം കൊണ്ട് ഇതായിരുന്നു സോഷ്യൽ മീഡിയയിലെല്ലാം ഇങ്ങനെ എടുക്കുന്ന കാണുന്നത്. അപ്പോൾ ഇതൊന്ന് റിയാക്ട് ചെയ്യണമെന്ന് തോന്നി. നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം. അതുപോലെ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഹൈപ്പും കൂടെ ചെയ്യുക. പിന്നെ മറ്റൊരു വീഡിയോയിലൂടെ മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കാണാം.